ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ സ്റ്റൈലിൽ പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, പോയിട്ട് വാ. എന്നാ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? പോർക്ക് ഫ്രൈ തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 1 കിലോ പോർക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സവോള ഒരു 5-6 സവോള നല്ലതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഒരു അരമുറി തേങ്ങയുടെ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് പോർക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. 1 കിലോ പോർക്കാണ് ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് തന്നെ ഞാൻ തേങ്ങാക്കൊത്തൂടെ അങ്ങ് ഇടുവാണ്. പകുതി ഇഞ്ചി, പകുതി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇനി മസാല ഐറ്റംസാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഓവർ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ ഒരു 3 വിസലിൻ്റെ ആവശ്യമുള്ളൂ പോർക്ക് വേകാനായിട്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, പോർക്കിൻ്റെ നെയ്യ് കാണും, അതുകൊണ്ട് നമ്മൾ അധികം വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടി വരുമ്പം കുറച്ച് പെരിഞ്ജീരകം, ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവോള ഒരു 6 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി നമുക്ക് ഇത് ഫിനിഷ് ആകുമ്പോൾ ഇടാം. മസാല നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് പോർക്കം ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടിയാണ് ഇടുന്നത്. അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും പോർക്കിൻ്റെ നെയ്യൊക്കെ ഉള്ളത്, അതുകൊണ്ട് അതങ്ങിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഉരുളിയിലിട്ട് ഒരു അരമണിക്കൂർ നല്ല ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ ആ പോർക്ക് ഫ്രൈ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. പോർക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കുറേ നേരോടെ കൂടുതൽ നേരം ഉരുളിയിലിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ കിട്ടും. 2 മണിക്കൂറൊക്കെ ഇടണം. എന്നാലും ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാന്ദ്ര വരുന്നുണ്ട്. സാന്ദ്രയോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് പോർക്ക് ഫ്രൈ. അടിപൊളി സാധനം, തകർത്ത്. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.